പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഏവർക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം 3-4 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. ഈ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രധാനമായും മത്സര രംഗത്ത് വരുന്നത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും മറുവശത്ത് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആയിരിക്കും. മൂന്നാമതൊരു മുന്നണി മത്സര രംഗത്ത് വരിക BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. എന്നാൽ കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രധാന പോരാട്ടം സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിൽ ആയിരിക്കും. ഈ 2 തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുക്കം നടത്തുന്ന പാർട്ടികളിൽ കേരളത്തിലെ ശക്തമായ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിൽ ആണ് എന്നാലോചിക്കുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തകർക്കും അനുഭാവികൾക്കും നിരാശയുണ്ട് എന്ന കാര്യം മറച്ചുവെക്കേണ്ടതല്ല. പാർട്ടി പുനഃസംഘടന എന്നത് മാസങ്ങളായി പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. KPCCക്ക് പുതിയ പ്രസിഡൻ്റുണ്ടായി, 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരു UDF കൺവീനറും ഉണ്ടായി എന്നതല്ലാതെ പാർട്ടിയെ സംസ്ഥാന തലത്തിൽ ചലിപ്പിക്കുന്നതിന് കേരളത്തിലെ പാർട്ടിയുടെ പ്രധാന ഭാരവാഹികളെ തീരുമാനിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ വിശേഷിച്ചും അതുപോലെ മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തന രംഗം നോക്കിയാൽ തെരഞ്ഞെടുപ്പിലും മറ്റും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ കഴിയുന്നത് യുവജന വിഭാഗങ്ങളാണ്. കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ് നാഥനില്ലാതെ കിടക്കുകയാണ്. ഒരു പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും ഇനി ഒരു തോൽവി എന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താങ്ങുവാൻ കഴിയുന്നതല്ല എന്ന കാര്യം ആദ്യം ബോധ്യപ്പെടേണ്ടതും തിരിച്ചറിയേണ്ടതും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. പാർട്ടിക്ക് ഭാരവാഹികൾ ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ വഴിയാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 33 വർഷത്തോളം ആയിരിക്കുന്നു. ഇവിടെ പൊതുജനം കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളും വസ്തുതകളുമുണ്ട്. കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കുന്നത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്നുകൊണ്ടാണ്, CPM-ഉം CPI-യും. ഈ 2 പാർട്ടികളും കൃത്യമായി തന്നെ അവരുടെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും നടത്തി പുതിയ ഭാരവാഹികളെ ഗോദയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അവർ വഴിയാണ് ഈ ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരെ നേരിടുവാൻ കഴിയുന്ന ഒരു ശക്തിയുള്ള പ്രസ്ഥാനമായി, ചലിക്കുന്ന പ്രസ്ഥാനമായി, പ്രവർത്തകരുടെ ആവേശങ്ങളെ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് പാർട്ടിയെ എത്തിച്ച് അങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ ആദ്യം കോൺഗ്രസിനകത്തുണ്ടാകേണ്ടത് നേതാക്കന്മാർ തമ്മിലുള്ള യഥാർത്ഥ ഐക്യമാണ്. അത് വെറുതെ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ, അവരുടെ പ്രവർത്തന ശൈലിയിലൂടെ അത് ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ബോധ്യമാകണം. അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് വ്യക്തികളല്ല, നേതാക്കളല്ല, പാർട്ടിയാണ് ഏറ്റവും വലുത് എന്ന തിരിച്ചറിവോടുകൂടി ഇനിയെങ്കിലും പ്രവർത്തന രംഗത്ത് വന്നില്ല എങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴുള്ള ശൈലി കൊണ്ട്
സ്വാഭാവികമായും അല്ലെങ്കിൽ തീർച്ചയായും വീണ്ടും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ആവർത്തന ഭരണം കേരളത്തിൽ ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത് ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാർട്ടിയുടെ വാർഡ് തലം മുതൽ മണ്ഡലം കമ്മിറ്റികൾ വരെ ഉഷാറാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരു നിമിഷം പോലും വൈകിയാൽ അതിൻ്റെ തിരിച്ചടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നത് ഉറപ്പായ കാര്യമാണ്.